കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും എല്ലാം വോട്ട് വാങ്ങുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ആ വോട്ട് വാങ്ങുന്നതിൽ എന്താ തെറ്റ്? ജില്ലാ സെക്രട്ടറി പറഞ്ഞത് നിരവധി രക്തസാക്ഷികൾ, അവരെ ആ നിലയിലാക്കിയത് കോൺഗ്രസ് ആണ്, ചിലയിടത്ത് ലീഗാണ്, ചിലയിടത്ത് RSS ആണ് എന്നൊക്കെയാണ്. അവരുമായി ഒരു ബന്ധവും പാടില്ല എന്ന നിലപാടാണോ CPM-നുള്ളത്? അങ്ങനെ ഒരു നിലപാട് അവർക്കുണ്ടായിട്ടില്ല. ഈ കേരളത്തിൽ ആദ്യമായി ഒരു MLA കൊല്ലപ്പെട്ടത് സഖാവ് കുഞ്ഞാലിയാണ്. കുഞ്ഞാലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഉത്തരവാദികളെന്ന് CPM ആരോപിച്ച പാർട്ടിയുമായി പിന്നീട് സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവരുടെ വോട്ട് വാങ്ങി വിജയിക്കുകയും മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്ത ചരിത്രമുള്ള നാടാണ് ഈ കേരളം. എങ്ങനെ അവർക്ക് ഞാൻ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങുന്നത് ഈ നിലയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവർ വാങ്ങാൻ പാടില്ലല്ലോ. കേരളത്തിൽ മൊത്തത്തിലല്ലേ അങ്ങനെ വാങ്ങിയത്? ഈ പയ്യന്നൂർ മണ്ഡലത്തിലാണ് രാമന്തളിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് OK കുഞ്ഞിക്കണ്ണൻ രക്തസാക്ഷിയായത്. അതിനുത്തരവാദികൾ ആര് എന്നതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുമായി സഖ്യമുണ്ടാക്കി വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലേ CPM? അപ്പോൾ CPM-ന് കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങാം, മറ്റു പാർട്ടികളുടെ വോട്ട് വാങ്ങാം, മറ്റുള്ളവർക്ക് വാങ്ങിക്കൂടാ എന്നൊരു നിലപാട് എങ്ങനെയാണ് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ സാധിക്കുന്നത്? ഇനി അത് മാത്രമല്ലല്ലോ, ഒന്ന്, ഞാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ട്, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. TI മധുസൂദനനെ മാറ്റി മറ്റൊരാളാണ് പയ്യന്നൂരിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ മത്സരിക്കുമായിരുന്നില്ല. ഞാൻ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം അത് TI മധുസൂദനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഉൾപ്പെടെയുള്ള ആളുകൾ. അയാളെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ CPM നേതൃത്വം തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിലാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. അത് ഞാൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ഒരു പുസ്തകമായി അച്ചടിച്ച് ജനങ്ങളുടെ കയ്യിലെത്തിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും വിഷയത്തിന് മറുപടി പറയാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോ അയാളെ നിർത്തിയ CPM നേതൃത്വമോ ഇന്നേവരെ സന്നദ്ധമായിട്ടുണ്ടോ? സന്നദ്ധമായിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റ് തെറ്റായ പ്രചാരവേലകൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ എനിക്കെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന ആലോചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.